റബ്ബറിന് വില കൂടിയിട്ടും മലയോര മേഖലയിൽ പ്രതിസന്ധി തുടരുകയാണ്. പ്രധാനമായും വില സ്ഥിരതയില്ലാത്തതും ഉൽപാദന ചെലവ് കൂടിയതുമൊക്കെയാണ് റബ്ബറിന് ഗ്ലാമർ പോകാനുള്ള കാരണമെന്ന് പരമ്പരാഗത കർഷകർ പറയുന്നു. മലയോര മേഖലയിൽ ഉളിക്കൽ, പടിയൂർ, ഇരിക്കൂർ, ചെങ്ങളായി, കുറ്റ്യാട്ടൂർ, ഏരുവേശി, ഉദയഗിരി, ആർളം ഗ്രാമപഞ്ചായത്തുകളിലും ശ്രീകണ്ഠാപുരം നഗരപരിധിയിലുമാണ് റബ്ബർ കൃഷി സജീവമായിട്ടുള്ളത്. എല്ലായിടത്തും ടാപ്പിംഗ് തൊഴിലാളികൾ ഇല്ലാത്തതാണ് ഒന്നാമത്തെ പ്രതിസന്ധി. നേരത്തെ 150-ന് താഴെയായിരുന്ന റബ്ബറിന് നിലവിൽ 200 രൂപയോളം വിലയുള്ളതിനാൽ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട കൂലി നൽകാൻ കർഷകർ തയ്യാറാണെങ്കിലും പുതുതലമുറയിലുള്ളവർ ഈ മേഖലയിലേക്ക് വരുന്നില്ല. പുതുക്കിയ നിരക്കനുസരിച്ച് ഒരു റബ്ബർ ടാപ്പ് ചെയ്ത് ഷീറ്റടിക്കുന്നതിന് 3.50 രൂപ തൊഴിലാളിക്ക് ലഭിക്കും. 300 മുതൽ 1000 മരങ്ങൾ വരെ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപയോളം ലഭിക്കുന്ന ഈ ജോലിയിൽ 40 വയസ്സിന് താഴെയുള്ള നാമമാത്ര തൊഴിലാളികൾ മാത്രമാണുള്ളത്. റബ്ബറിന് വിലയില്ലാതെ പ്രതിസന്ധി നേരിട്ട സമയത്ത് ഈ മേഖലയെ ഉപേക്ഷിച്ച കർഷകരും തൊഴിലാളികളും തിരിച്ചു വന്നില്ല. വേനൽ മഴയും ഇടയ്ക്ക് ടാപ്പിങ്ങിനെ ബാധിച്ചിരുന്നു. വില ഇടിഞ്ഞതും പഴയപോലെ സ്ഥിരതയില്ലാത്തതും ഉൽപാദന ചെലവ് കൂടിയതുമൊക്കെയാണ് റബ്ബറിന് ഗ്ലാമർ പോകാനുള്ള കാരണങ്ങളെന്നും പരമ്പരാഗത കർഷകർ പറയുന്നു. ഇപ്പോൾ റബ്ബറിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. റബ്ബറിന് ഇപ്പോൾ അല്പം വില കൂടിയിട്ടുണ്ട്. എങ്കിലും ഉൽപാദന ചെലവ് വെച്ച് നോക്കുമ്പോൾ റബ്ബറിന് വില കുറവ് തന്നെയാണ്. ബാക്കിയുള്ള വെട്ടുകൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് 3.5 രൂപ വരെ വെട്ടുകൂലിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉൽപാദന ചെലവ് എല്ലാം കഴിച്ചു വരുമ്പോൾ കർഷകൻ്റെ കയ്യിലൊന്നും കിട്ടാനില്ല. പിന്നെ വേനൽ മഴ കുറേ ഡിലേ ആയിട്ടുണ്ട്. റബ്ബർ വിട്ട് കുറേ തടസ്സപ്പെട്ടിട്ടുണ്ട്. പാലുൽപാദനത്തിൽ അത്രയധികം മെച്ചം കണ്ടിട്ടില്ല. പക്ഷേ റബ്ബർ വില കുറച്ചുകൂടെ കൂടി ഒരു 250-300 രൂപ വന്നാലേ കർഷകന് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുകയുള്ളൂ. കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമായതും തൊഴിലാളികളെ മറ്റു ജോലികൾ നോക്കാൻ പ്രേരിപ്പിച്ചു. സ്വയം ടാപ്പിംഗ് നടത്തിയാണ് മലയോര മേഖലയിൽ ചെറുകിടത്തോട്ടം ഉടമകൾ പിടിച്ചു നിൽക്കുന്നത്. കാട് വെട്ടിത്തെളിക്കലും വളമിടലും തുരിശടിക്കലും മഴക്കുട ഒരുക്കുന്നതുമെല്ലാം ഉടമകൾ തന്നെ ചെയ്താണ് കൃഷി മുൻപോട്ടു പോകുന്നത്. പല കർഷകരും റബ്ബർ മരങ്ങൾക്ക് വളപ്രയോഗം പോലും നടത്തുന്നില്ല. തൊഴിലാളികളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ടാപ്പിംഗ് മേഖല സുരക്ഷിതമാക്കാൻ റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി, ഹൗസിംഗ് സബ്സിഡി, ടാപ്പിംഗ് തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് സഹായം, വനിതാ ടാപ്പിംഗ് തൊഴിലാളികൾക്കുള്ള സഹായങ്ങൾ തുടങ്ങിയ പദ്ധതികളുമുണ്ട്. എന്നാൽ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നു. പദ്ധതികൾ കൂടുതൽ ആകർഷകമാക്കി ഈ മേഖലയിലേക്ക് തൊഴിലാളികളെ എത്തിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെമ്പേരി. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey. Smile. How's it? This is fine. വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.